വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വലിയ തിരിച്ചുവരവാണ് ലക്ഷ്യം വെക്കുന്നത്. മണിപ്പൂർ കലാപത്തോടെ BJP നോർത്ത് ഈസ്റ്റിൽ ഏറെക്കുറെ അപ്രസക്തമായി നിൽക്കുകയാണ്. അവിടെയാണ് അധികാരത്തിലൂടെ മടങ്ങിവരവിന് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. മണിപ്പൂരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അടപടലം തോറ്റു. മുഴുവൻ സീറ്റുകളും കോൺഗ്രസ് പിടിച്ചെടുത്തു. ഇതിന് പിന്നാലെ തൊട്ടടുത്ത സംസ്ഥാനമായ നാഗാലാൻഡിലും കോൺഗ്രസിന്റെ ഉദയത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. 2023 നാഗാലാൻഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസ് തീർത്തും നിറം മങ്ങിയൊരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞുപോയത്. 23 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് കാര്യമായി ഒന്നും തന്നെ അവിടെ ചെയ്യാനുണ്ടായിരുന്നില്ല. പാർട്ടി തകർന്നടിഞ്ഞു. അവിടെ നിന്നൊരു തിരിച്ചുവരവിനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെ ഫലം ഇപ്പോഴിതാ നാഗാലാൻഡിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാഗ്മയുടെ നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ നാഗാലാൻഡ് ഘടകത്തിലെ പ്രമുഖരായ 15 നേതാക്കന്മാരാണ് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത്. ഇത് കോൺഗ്രസ് പാർട്ടിക്ക് നൽകുന്ന ജീവശ്വാസം വലുതാണ്. സാധാരണ പ്രവർത്തകർ എത്തുന്നത് പോലെ അല്ല. ഭരണകക്ഷിയെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന നേതാക്കന്മാരാണ് കോൺഗ്രസിൽ ചേക്കേറിയത്. നാഗാലാൻഡ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ലോക്സഭാ MP-യുമായ സുപോങ്മെൻ ജാമീർ, വർക്കിംഗ് പ്രസിഡന്റ് കിരിയേഡി തിയുനു എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഈ നേതാക്കന്മാർ കോൺഗ്രസിന് കൈകൊടുത്തത്. NPP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിട്ടോങ് സാങ്തം, ജനറൽ സെക്രട്ടറി ഹിക്കത്തോ ഷെഹെ, അതുപോലെ മഹിളാ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർക്കൊപ്പം NP-യുടെ യുവജന വിഭാഗം നേതാക്കളുമാണ് കോൺഗ്രസിൽ ചേർന്നത്. 2003 വരെ തുടർച്ചയായി കോൺഗ്രസ് ആയിരുന്നു നാഗാലാൻഡ് ഭരിച്ചിരുന്നത്. ആ കോൺഗ്രസിന് പക്ഷേ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും അവിടെ ജയിക്കാനായില്ല. നാഗാലാൻഡ് കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവാണ് നേതാക്കളുടെ കോൺഗ്രസ് പ്രവേശനം എന്നാണ് പാർട്ടി വിശേഷിപ്പിച്ചത്. ഭരിക്കുന്ന പാർട്ടിയിലേക്ക് ചേക്കേറുന്ന ഒരു ട്രെൻഡിൽ നിന്നു മാറി കോൺഗ്രസിന് ജനപിന്തുണ ഏറുന്നുവെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. നാഗാലാൻഡിന്റെ വികസനത്തിനായി യുവാക്കൾ ഒത്തുചേരുന്നതും അവർ കോൺഗ്രസിന് കൈകൊടുക്കുന്നതും ആശാവഹമാണെന്നും പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മേഘാലയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന NPP പാർട്ടിയുടെ പ്രവർത്തനത്തിൽ സഹികെട്ടാണ് പാർട്ടി വിട്ടതെന്ന് വന്നവരും പറഞ്ഞിരിക്കുന്നു. 1993 മുതൽ 2003 വരെ 10 വർഷമാണ് കോൺഗ്രസ് തുടർച്ചയായി നാഗാലാൻഡിൽ അധികാരത്തിലെത്തിയത്. 2003 കോൺഗ്രസിനെ വീഴ്ത്തി അധികാരത്തിലെത്തിയ നാഗാ പീപ്പിൾസ് ഫ്രണ്ട് തുടർച്ചയായി 3 തവണയും അവിടെ ഭരിച്ചു. 18 BJP NDP സഖ്യമാണ് നാഗാലാൻഡിൽ അധികാരത്തിലെത്തിയത്. 2023 ഇതേ സഖ്യം തന്നെ ഭരണം പിടിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംപൂജ്യരായ കോൺഗ്രസ് 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് പാർട്ടിക്ക് വലിയ ഊർജം സമ്മാനിച്ച ഘടകമാണ്. PCC അധ്യക്ഷനായ സുപോങ്മെൻ ജാമീറാണ് നാഗാലാൻഡിലെ ഏക പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നേതാവ്. ഈ വിജയവും മറ്റ് നേതാക്കന്മാരെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ആകർഷിക്കുന്ന ഘടകമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്.